ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എസ്റ്റിമേഷൻ ഓഫ് എ ബേസ് യൂസിങ് സ്റ്റാൻഡേർഡ് ആസിഡ് ആണ്. അപ്പോൾ ഇത് വോളിമെട്രിക് അനാലിസിസ് ആണ്. ഈ അനാലിസിസിന് നമുക്ക് വേണ്ട അപ്പാരറ്റസുകൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന് വേണ്ടത് ബ്യൂററ്റ് വേണം. ഒരു ബ്യൂററ്റ് എന്ന് പറയുന്നത് 50 ml ബ്യൂററ്റ് ആണുള്ളത്. അതിനകത്ത് റീഡിങ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു 50 ml വോളിയം കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ 0 റീഡിംഗ് ആണ് കാണിക്കുന്നത്. 0 റീഡിംഗ് ആണ്. അപ്പം 0, 1, 2, 3 എന്നിങ്ങനെയാണ്. ഓരോ ഡിവിഷനിടയ്ക്കും 10 ചെറിയ ഡിവിഷൻസ് ഉണ്ട്. 0.1 വീതമാണ്. നമ്മളത് റീഡിംഗ് എടുക്കാൻ പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ബ്യൂററ്റിൻ്റെ ഈ നോബ് തുറക്കാനും അടയ്ക്കാനും നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇതിനകത്ത് ആസിഡാണ് ഫില്ല് ചെയ്യുന്നത്. ഇത് സ്റ്റാൻഡിൽ നമ്മൾ വെക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് പിപ്പറ്റ് ആണ്. പിപ്പറ്റ് എന്ന് പറയുന്നത് 20 ml പിപ്പറ്റാണ്. 20 ml. അതിൻ്റെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഇവിടം വരെയാണ് നമ്മൾ സൊല്യൂഷൻ എടുക്കേണ്ടത്. ഇത് വാ വെച്ച് സക്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു ബൾബ് വെച്ച് നമുക്ക് വേണമെങ്കിൽ പ്രസ് ചെയ്തും ഇതിനകത്തേക്ക് സൊല്യൂഷൻ എടുക്കാം. സാധാരണ ഇതിലെടുക്കുന്നത് നമ്മൾ ബേസ് ആണ് എടുക്കുന്നത്. പിപ്പറ്റ് ചെയ്യുന്നത് ബേസ് ആണ്. നിങ്ങൾക്ക് ചെറിയ ബോട്ടിൽ ഒരു ബേസ് തന്നിരിക്കും. ഈ ബേസിനെ നിങ്ങൾ 100 ml ആക്കി മാറ്റണം. 100 ml ആക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. 100 ml ആക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആണ്. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ 100 ml മാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ മാർക്കിംഗ് നിങ്ങൾ കൃത്യമായി നോക്കുക. ഇവിടെയാണ് 100 ml മാർക്കിംഗ്. ഇതിനകത്തേക്ക് ഈ സൊല്യൂഷൻ ബേസ് ഒഴിച്ച് 100 ml ആക്കി മാറ്റണം. വാട്ടർ ഉപയോഗിച്ച് 100 ml ആക്കി മാറ്റണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പോൾ 100 ml ആക്കാൻ നമ്മളൊരു ഫണല്, ഒരു ഗ്ലാസ് റോഡ്, വാഷ് ബോട്ടിൽ വെള്ളം നിറച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. അതിനുശേഷം നമുക്ക് ഒരു ആസിഡ് തന്നിരിക്കും. ഈ ആസിഡിനെ നമ്മൾ ഈ ബ്യൂററ്റിൽ നിറയ്ക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് എല്ലാ എടുത്തിരിക്കുന്ന അപ്പാരറ്റസുകളും നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കണം. വാട്ടർ വെച്ച് എല്ലാം വാഷ് ചെയ്തിരിക്കണം. ഞാൻ ഇതെല്ലാം വാഷ് ചെയ്തതാണ്. വാട്ടർ വെച്ച് ബ്യൂററ്റ്, പിപ്പറ്റ്, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കോണിക്കൽ ഫ്ലാസ്കിലാണ് നമ്മൾ ബേസ് ഒഴിച്ച് ആസിഡിനെതിരെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വാട്ടർ വെച്ച് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം വാഷ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ബ്യൂററ്റ് എടുക്കുക. ബ്യൂററ്റിൽ വാട്ടർ വെച്ച് വാഷ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ആസിഡാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം ആസിഡ് വെച്ച് ഇതിനെ വാഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ചതിനെ റിൻസ് ചെയ്യുന്നു എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ ആസിഡ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ആസിഡ് ഒഴിക്കുക, അല്പം ആസിഡ് അതിനകത്തേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇതിനെ റിൻസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് 2 or 3 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഈ ബ്യൂററ്റിനെ നമ്മൾ വാഷ് ചെയ്യുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ആസിഡ് എത്തത്തക്ക വിധത്തിൽ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ നോബും വാഷ് ചെയ്യണം. അപ്പോൾ ഇത് വാഷ് ചെയ്ത് നമ്മൾ ഒരു വേസ്റ്റ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ നോബും വാഷ് ചെയ്യാൻ വേണ്ടി ഈ നോബ് തുറന്ന് വിടുക. ഇതിൻ്റെ എല്ലാ വശവും വാഷ് ചെയ്ത് ഇത് ഒരു 2 പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് ആസിഡാണ് എടുക്കുന്നത്. ആസിഡ് വെച്ച് വാഷ് ചെയ്യുക. 2 പ്രാവശ്യം ഇങ്ങനെ വാഷ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്തേക്ക് ആസിഡ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ആസിഡ് ഫില്ല് ചെയ്യുകയാണ്. ആസിഡ് കയ്യിലൊന്നും വീഴാത്ത വിധത്തിൽ ഡൈലൂട്ട് ആസിഡാണ് എടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും വളരെ ശ്രദ്ധയോടുകൂടി വേണം ലാബ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ബ്യൂററ്റിനകത്തേക്ക് 50 ml ആസിഡ് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് 0 ലെവൽ വരുന്നവരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനേക്കാൾ അല്പം കൂടി മുകളിലേക്ക് നമ്മൾ ആസിഡ് ഒഴിക്കുക. അപ്പോൾ അത് ഈ നോബ് ഫില്ല് ചെയ്തിട്ട് അവിടെ എയർ കയറിയിരിക്കുകയാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളിത് തുറന്നു കൊടുക്കണം. തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ നോബ് കൂടി നന്നായിട്ട് സൊല്യൂഷൻ ഫില്ല് ചെയ്തു. എയർ ബബിൾസ് കയറിയിരിക്കരുത്. അപ്പോൾ ഇത് 50 ml ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ 0 റീഡിംഗ് ഉണ്ട്. അപ്പോൾ കളറില്ലാത്ത സൊല്യൂഷൻ ആയതുകൊണ്ട് ഈ ലിക്വിഡിൻ്റെ ലോവർ മിനിസ്കസ് ഈ 0 റീഡിങ്ങിൽ വരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ചുകൂടി സൊല്യൂഷൻ ഇത് അധികമുണ്ട്, അത് ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ഐ ലെവലിന് നേരെ വെച്ച് വേണം നമ്മൾ ഇത് 0 റീഡിംഗ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഐ ലെവലിന് നേരെ വെച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐ ലെവലിന് നേരെ വെച്ച് ലോവർ മിനിസ്കസ് 0ൽ വരത്തക്ക വിധത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിനെ നന്നായിട്ട് അടച്ച് സ്റ്റാൻഡിലേക്ക് വെക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ബേസിനെ 100 ml ആക്കുക എന്നുള്ളതാണ്. ബേസിനെ 100 ml ആക്കുക. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഫണൽ വെക്കുന്നു. അതുപോലെ തന്നെ ഗ്ലാസ് റോഡ്. ഇനി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ NaOH സൊല്യൂഷൻ അല്ലെങ്കിൽ ഏത് ബേസ് ആണെങ്കിലും ആ ബേസ് ഈ ഡ്രോപ്പറിൽ ടച്ച് ചെയ്തുകൊണ്ട് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാൻ.
അതായത് ഒരു ഡ്രോപ്പ് പോലും ഈ സൊല്യൂഷൻ കളഞ്ഞു പോകരുത്. ഈ ഡ്രോപ്പറിൽ ടച്ച് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ആ സൊല്യൂഷൻ അതിനകത്തേക്ക് ഒഴിക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഓരോ ഡ്രോപ്പും ഡ്രോപ്പറിൽ ടച്ച് ചെയ്താണ് പോകുന്നത്. നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഈ ചെറിയ ബോട്ടിൽ ഒരു ഡ്രോപ്പ് സൊല്യൂഷൻ കാണും, അത് ഇതിനകത്തേക്ക് ടച്ച് ചെയ്ത് ഒഴിക്കുക. ഡ്രോപ്പർ ഇതിൽ നിന്ന് മാറ്റരുത്, ഇവിടെ തന്നെ വെച്ചേക്കുക. ഇനി വാട്ടർ വെച്ച് നമ്മൾ ഈ ചെറിയ ബോട്ടിൽ വാഷ് ചെയ്യണം. 1 or 2 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഈ സൊല്യൂഷൻ വെച്ച് വാട്ടർ വെച്ച് ബേസ് എടുത്ത ബോട്ടിൽ വാഷ് ചെയ്യുക. ഒരു കാരണവശാലും 100 ml കൂടുതലാകരുത്. നമ്മൾ 100 ml സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡ്രോപ്പ് ഇതിനകത്തേക്ക് ടച്ച് ചെയ്യുകയും കൂടെ ചെയ്യുക. ഒരു 2 തവണ നിങ്ങൾക്ക് വളരെ കുറച്ച് വാട്ടർ ഒഴിച്ച് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡ്രോപ്പ് ഇവിടെ ടച്ച് ചെയ്യുക. ഇനി ഗ്ലാസ് റോഡിലും ബേസ് പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ അത് ഗ്ലാസ് റോഡിലും ബേസ് ഉണ്ടായിരിക്കും, അതുകൂടി നമ്മൾ വാഷ് ചെയ്ത് ഇതുപോലെ വാഷ് ചെയ്ത് ഒഴിക്കുക. എന്നിട്ട് ഇതിലുള്ള ലാസ്റ്റ് ഡ്രോപ്പ് ഫണലിൽ ടച്ച് ചെയ്യുക. ഇതിന് ശേഷം ഗ്ലാസ് റോഡ് മാറ്റി വയ്ക്കുക. ഇനി ഫണലും വാഷ് ചെയ്യുക. അതുപോലെ വളരെ കുറച്ച് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഫണലിൻ്റെ ടിപ്പ് ഇതെല്ലാം വാഷ് ചെയ്യുക. ഫണൽ മാറ്റി വെക്കുക. ഇനി ഇതിന് ശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്ത് നോക്കുക. ഒരിക്കലും 100 ml അന്നേരം ആകരുത്. പിന്നീട് നമ്മൾ വാട്ടർ ഒഴിച്ചു വേണം, ഇതിനകത്തേക്ക് വാട്ടർ ഒഴിച്ചു വേണം ഇതിനെ 100 ml ആക്കുന്നത്. പ്രത്യേകം അതിനകത്ത് 100 ml ഒരു വര കാണിച്ചിട്ടുണ്ട്, ആ വര നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഐ ലെവലിന് നേരെ വെച്ച് വളരെ ശ്രദ്ധയോടുകൂടി 100 ml ആക്കുക. ലോവർ മിനിസ്കസ് ആ വരയിൽ വരത്തക്ക രീതിയിൽ ചെയ്യുക. അതിനുശേഷം ഇത് അടയ്ക്കുക. ഇതിൻ്റെ ലോവർ പോർഷനിൽ ബേസും മുകളിലേക്ക് വാട്ടറുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിഫോം കോൺസെൻട്രേഷൻ ആക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒരു 2 പ്രാവശ്യം നന്നായി ഷേക്ക് ചെയ്യുക. അപ്പോൾ എല്ലായിടവും ബേസ് കലർന്നിട്ടുണ്ടാകും. ഇത് മാറ്റി വെക്കുക. ഇനി പിപ്പറ്റ് എടുക്കുക. പിപ്പറ്റ് എടുത്ത ശേഷം പിപ്പറ്റിനെയും നമ്മൾ ആദ്യം വാട്ടർ വെച്ച് വാഷ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പിപ്പറ്റിൽ എടുക്കുന്നത് NaOH സൊല്യൂഷനാണ്. അപ്പോൾ NaOH സൊല്യൂഷനും എടുത്ത് ഇത് എന്ത് ചെയ്യണം, റിൻസ് ചെയ്യണം. അപ്പോൾ റിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വാ വെച്ച് ഇങ്ങനെ സക്ക് ചെയ്തെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് നമ്മൾ പിപ്പറ്റിയാണ്. ആദ്യം ഇതിനെ നമ്മൾ ബേസ് എടുത്ത് റിൻസ് ചെയ്യണം. അപ്പോൾ വാ വെച്ച് സക്ക് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. ഒരല്പം എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് റിൻസ് ചെയ്യുക. എല്ലാ വശത്തും റിൻസ് ചെയ്ത ശേഷം ആ സൊല്യൂഷൻ കളയുക. അപ്പം ഇനി നമ്മൾ 20 ml പിപ്പറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് ഈ സൊല്യൂഷനിൽ മുങ്ങി നിൽക്കാത്ത രീതിയിൽ വെക്കുക. ചൂണ്ടുവിരൽ വെച്ച് നമ്മൾ പിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ കളറില്ലാത്ത സൊല്യൂഷൻ ആയതുകൊണ്ട് ലോവർ മിനിസ്കസ് ആ വരയിൽ വരത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ചെറുതായിട്ട് നമ്മൾ ആ വിരൽ ഒന്ന് വിട്ടുകൊടുത്താൽ മതി. ലോവർ മിനിസ്കസ് കറക്റ്റ് ആ വരയിൽ തന്നെ വരിക. അപ്പോൾ ആ സൊല്യൂഷൻ മാറ്റി വെച്ച ശേഷം ഇതിനെ നമ്മൾ കോണിക്ക ഫ്ലാസ്കിലേക്ക് ഒഴിക്കുക. ഈ രീതിയിലാണ് അതിനെ ഒഴിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ സൊല്യൂഷൻ ചെന്ന് വീഴത്തക്ക രീതിയിൽ നമ്മൾ ആ സൊല്യൂഷൻ ഒഴിക്കുക. ഇതിനകത്തേക്ക് സൊല്യൂഷൻ ഒഴിക്കുക. ഈ കോണിക്ക ഫ്ലാസ്കിൻ്റെ സെൻറ്ററിൽ വീഴത്തക്ക രീതിയിൽ വേണം നിങ്ങൾ ഒഴിക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ഡ്രോപ്പ് അതിൻ്റെ ടിപ്പിലുണ്ടായിരിക്കും. അത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് 2 പ്രാവശ്യം ടച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ പിപ്പറ്റ് എടുത്ത സ്റ്റാൻഡിൽ പഴയതുപോലെ തിരിച്ചു വെക്കുക. ഇനി നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് ഈ ബേസ് ആസിഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്യണം. അതിന് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്ററും ഉണ്ട്, മീഥൈൽ ഓറഞ്ചും ഉണ്ട് ഇൻഡിക്കേറ്റർ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഫിനോഫ്തലിൻ വെച്ചാണ് ചെയ്തത്. ഇന്ന് നമ്മൾ മീഥൈൽ ഓറഞ്ച് വെച്ചാണ് ചെയ്തത്. അപ്പോൾ ഈ മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണിത്. ഇതിൻ്റെ 1 or 2 ഡ്രോപ്സ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. 1 or 2 ഡ്രോപ്സ് മീഥൈൽ ഓറഞ്ച് ഒഴിക്കുക. അപ്പോൾ നല്ല ഗോൾഡൻ യെല്ലോ കളർ കിട്ടുന്നത് കാണാൻ പറ്റും. ഇനി ഇതിനെ ആസിഡ് എടുത്തിരിക്കുന്ന ബ്യൂററ്റിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ടൈട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കളർ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഗോൾഡൻ യെല്ലോ കളറാണ്. ഇത് ചേഞ്ച് ചെയ്ത് ഓറഞ്ച് റെഡ് ആകുന്ന സമയത്ത് നമ്മൾ ടൈട്രേഷൻ നിർത്തണം. അന്നേരമുള്ള ബ്യൂററ്റ് റീഡിങ് നമ്മൾ നോട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ ആസിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ബേസ് നമ്മൾ 20 ml ആണ് പിപ്പറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൈട്രേഷൻ ചെയ്യുന്ന വളരെ ശ്രദ്ധിക്കണം.
നമ്മൾ ഇടത്തെ കൈ കൊണ്ട് ബ്യൂററ്റ് പിടിക്കുക, വലത്തെ കൈ കൊണ്ട് നോബ് തുറക്കുക. ഈ രീതിയിൽ വേണം നമ്മൾ ടൈട്രേഷൻ നടത്താൻ. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് സൊല്യൂഷൻ വീഴണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് സൊല്യൂഷൻ വീഴുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ബ്യൂററ്റ് തുറന്നു കൊടുത്ത് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. നിങ്ങൾ ഈ സൊല്യൂഷൻ്റെ സെൻറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡൻ യെല്ലോ കളർ ഓറഞ്ച് റെഡ് ആകുന്നതിൻ്റെത് കാണാൻ പറ്റും. അപ്പോൾ എൻഡ് പോയിന്റ് കറക്റ്റ് ആ കളർ ചേഞ്ച് അറിയണം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇത് ചെയ്യുക. നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഇപ്പോൾ സൊല്യൂഷൻ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആസിഡ് വീഴുന്നതായിട്ട് ശ്രദ്ധിക്കുക. കളർ ചേഞ്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഗോൾഡൻ യെല്ലോ കളർ ചേഞ്ചസ് ടു ഓറഞ്ച് റെഡ്. ഒറ്റ ഒരു ഡ്രോപ്പ് കൊണ്ട് തന്നെ ആ കളർ ചേഞ്ച് അറിയാൻ പറ്റണം. കളർ ചേഞ്ച് ഉണ്ടായി. ഗോൾഡൻ യെല്ലോ കളർ ഓറഞ്ച് റെഡ് കളറായിട്ട് മാറുന്നു. ബ്യൂററ്റ് നന്നായിട്ട് അടയ്ക്കുക. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഗോൾഡൻ യെല്ലോ കളറായിരുന്നു, ഇപ്പോൾ ഇത് ഓറഞ്ച് റെഡ് ആയിട്ട് മാറുന്നു. ഇതാണ് എൻഡ് പോയിന്റ്. ഈ എൻഡ് പോയിന്റിൽ നമ്മൾ ബ്യൂററ്റ് എടുക്കുക. ബ്യൂററ്റിൻ്റെ റീഡിങ്ങും കൂടി നോട്ട് ചെയ്യണം. ബ്യൂററ്റിൽ എടുത്തിരിക്കുന്ന ആസിഡിൻ്റെ വോളിയം എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. ലോവർ മെനിസ്കസ് എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന് നോക്കിയാൽ മതി. 19 കഴിഞ്ഞ് മൂന്നാമത്തെ വരയിലാണ്, അതായത് 19.3 ml ആണ് വോളിയം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. സെയിം വാല്യൂ കിട്ടുന്ന വരെ, കൺകോർഡൻ വാല്യൂസ് കിട്ടുന്നിടം വരെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് സെയിം വാല്യൂ കിട്ടണം. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ വീണ്ടും ഇതിനകത്ത് ആസിഡ് നിറയ്ക്കുക. 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്യുക. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം ഇതിനകത്തേക്ക് 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്ത് ഒഴിച്ച ശേഷം മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ഒഴിക്കുക. ഇതുപോലെ ടൈട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ എൻഡ് പോയിന്റ് നോട്ട് ചെയ്യുക. ഇതിൻ്റെ വോളിയം ഓഫ് HClൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എടുത്തിരിക്കുന്ന NaOHൻ്റെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് വോളിമെട്രിക് എക്സ്പെരിമെൻറ്റിനകത്ത് നടത്തുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് പിങ്ക് കളർ ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കൂടി എല്ലാവരും കാണുക. ഇന്ന് നമ്മൾ ചെയ്തത് മീഥൈൽ ഓറഞ്ച് വെച്ച് ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് ചെയ്യുന്ന ടൈട്രേഷനാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.